തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പുതിയ നഗരസഭകൾ ഉൾപ്പെടുത്തണമെന്ന തീരുമാനത്തിലുറച്ച മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായി നടത്തേണ്ടതില്ല. കോൺഗ്രസുമായി വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയില്ലെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരുമായുള്ള ചർച്ച ഇന്ന് നടക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്താനിരിക്കുകയും വിഷയത്തിൽ മുൻനിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. പുതുതായി രൂപീകരിച്ച 28 നഗരസഭകളെയും ഉൾപ്പെടുത്തി വേണം തെരഞ്ഞെടുപ്പ് നടത്താനെന്ന് നഗരകാര്യമന്ത്രി മഞ്ഞളാംകുഴി അലി റിപ്പോർട്ടറോട് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വികസനത്തിന് പുതിയ നഗരസഭകൾ അനിവാര്യമാണ്. രണ്ട് ഘട്ടമെന്നത് പരിഗണനയിലില്ല. വിഷയത്തിൽ കോൺഗ്രസുമായി അഭിപ്രായ ഭിന്നതയില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇതിപ്പോൾ സർക്കാർ ഇത് മുനിസിപ്പാലിറ്റി ആവശ്യപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടാണ്. ഒന്ന്, മുനിസിപ്പാലിറ്റി ആയിട്ടുണ്ടെങ്കിൽ ധാരാളം കേന്ദ്ര സഹായങ്ങൾ ലഭിക്കും. എന്നാൽ പുതിയ നഗരസഭകൾ ഉൾപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പ് ജില്ലാ പഞ്ചായത്തുകളെയും ബ്ലോക്ക് പഞ്ചായത്തുകളെയും ബാധിക്കുന്ന അടക്കമുള്ള പ്രതിസന്ധികൾ കമ്മീഷൻ സർക്കാരിന് മുന്നിൽ വ്യക്തമാക്കും. ഇതിനോട് കോൺഗ്രസും യോജിക്കുന്നതായാണ് സൂചന. എന്നാൽ ലീഗിന്റെ വിയോജിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ ലീഗ് നിലപാടിനോട് യോജിക്കുകയെ സർക്കാരിന് നിവൃത്തിയുള്ളൂ. സർക്കാരുമായുള്ള യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കവുമായി കമ്മീഷൻ മുന്നോട്ടു പോകും. ഇത് സംബന്ധിച്ച നിയമോപദേശം കമ്മീഷന് ലഭിച്ചിട്ടുമുണ്ട്. ഒക്ടോബർ 2-ാം വാരം തെരഞ്ഞെടുപ്പ് നടത്താനാണ് കമ്മീഷൻ ലക്ഷ്യം വയ്ക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.